സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി കേന്ദ്ര സർക്കാരിൻ്റെ അമിതാധികാര പ്രയോഗത്തിനുള്ള കനത്ത അടിയാണ്. കാരണം ഈ വിധി വളരെ സാങ്കേതികമായി ഉണ്ടായിട്ടുള്ള ഒരു വിധിന്യായം മാത്രമാണ് എന്ന രീതിയിൽ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ബി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് അറസ്റ്റ് സമയത്ത്, അതുപോലെ റിമാൻഡ് സമയത്ത് റിമാൻഡ് എന്തുകൊണ്ട് റിമാൻഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു എന്നത് സംബന്ധിച്ച് പ്രതിയായിട്ടുള്ള പ്രബീർ പുർക്കായസ്തയ്ക്ക് ന്യൂസ് ക്ലിക്കിന് വിവരങ്ങൾ നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയല്ല. നോക്കൂ, പങ്കജ് ബൻസൽ കേസിൽ PMLA കേസാണത്. അറസ്റ്റ് ചെയ്യുമ്പോൾ രേഖാമൂലം കാരണം അറിയിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അത് UAPA കേസിലും ഏത് ഒഫൻസിലും ഇനി ബാധകമാണ് എന്നുള്ളതാണ്. അതായത് എത്ര വലിയ ഡ്രാക്കോണിക് ലോ ആണെങ്കിൽ പോലും നിങ്ങൾക്കിനി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ കാരണം അറിയിക്കാതെ കഴിയില്ല. ഇതിനകത്ത് സുപ്രീം കോടതി അത്ഭുതപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് റിമാൻഡ് ചെയ്തത്? ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്യുമ്പോൾ പ്രതിക്കറിയില്ല എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ എന്ത് വാദമായിരിക്കണം പ്രതി ഉന്നയിച്ചിട്ടുള്ളത് എന്ന് ആശങ്കപ്പെടുകയാണ് സുപ്രീം കോടതി. അതുകൊണ്ട് ഇത് സാങ്കേതികമായ വിധിന്യായമല്ല, പകരം ഈ വിവിധങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ അമിതാധികാര പ്രവണത എങ്ങനെയാണ് കേന്ദ്ര സർക്കാരുകൾ നടപ്പാക്കുന്നത് അതിനെതിരായിട്ടുള്ള മുഖമടച്ചുള്ള അടിയായിട്ടാണ് ഈ വിധിന്യായത്തെ കാണുന്നത് എന്നാണ് എനിക്ക് പ്രാഥമികമായി അക്കാര്യത്തിൽ പറയാനുള്ളത്. മാത്രമല്ല, അക്കാര്യത്തിൽ ചില വാക്കുകളിലൂടെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഹോട്ട് ഹേസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താ പറയുക, അത്രയും തിടുക്കം കാണിച്ചിരിക്കുന്നു, നിയമവിധേയമല്ലാത്ത അറസ്റ്റിന് വേണ്ടി അത്രയും തിടുക്കം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ സുപ്രീം കോടതിയിലേക്ക് വന്നാൽ സുപ്രീം കോടതിയിൽ നമ്മൾ ബിൽക്കിസ് ബാനു കേസിൻ്റെ അകത്ത് സുപ്രീം കോടതിയുടെ ഇടപെടൽ കണ്ടതാണ്. ഈ രാംദേവിൻ്റെ ഈ ക്രോസിനാദി വടകം പരിപാടി ഉണ്ടല്ലോ, ആ ക്രോസിനാദി വടകം പരിപാടിയൊക്കെ നല്ല കൃത്യമായ രീതിയിൽ നല്ല ചട്ടുകം പഴുപ്പിച്ച് ബാബ രാംദേവിൻ്റെ ചന്തിക്ക് വെച്ച് കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. കെജ്രിവാളിൻ്റെ കാര്യത്തിനകത്ത്, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ, പ്രബീർ പുർക്കായസ്തയുടെ കാര്യത്തിലൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ വിധിന്യായം പുറപ്പെടുവിച്ച്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പാനലിൽ വിവിധങ്ങളായിട്ടുള്ള അതിഥികളോട് ചോദിക്കുകയായിരുന്നു, ചില ബെഞ്ചുകളിൽ നിന്നാണ്, ഇപ്പോൾ നമ്മൾ കീഴ്ക്കോടതികളിൽ നിന്ന് കാണുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിനകത്ത് കീഴ്ക്കോടതിയിൽ നിന്നൊന്നും, വിചാരണ കോടതിയിൽ നമ്മളൊന്നും കാണുന്നില്ല, ജില്ലാ കോടതിയിൽ നമ്മൾ കാണുന്നില്ല, ഹൈക്കോടതിക്കും ഒരേ അഭിപ്രായമാണ്. പക്ഷേ സുപ്രീം കോടതിയിലെ ചില ബെഞ്ചുകളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഇത്തരം ബെഞ്ചുകളിലാണ് യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള ആർഗ്യുമെൻറ്റുകൾ കേൾക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജനാധിപത്യ വിരുദ്ധത, ഈ പറയുന്ന അമിതാധികാര പ്രവണത അവർ നിരന്തരമായി കേൾക്കുകയാണ്. അപ്പോൾ ആ പറയുന്ന ജഡ്ജിമാരുടെ പാനലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇന്ന് എന്താണ് ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതെ സംബന്ധിച്ച് നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ തുടർച്ചയായി വിധിന്യായം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ചില ബെഞ്ചുകളെക്കുറിച്ച് പറയുമ്പോഴും നോക്കൂ, നമ്മൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം എടുക്കാം. അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയത്തിനകത്ത് ആദ്യം മനു അഭിഷേക് സിംഗ്വി നേരെ പോയി സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിലേക്കാണ് കൊടുക്കാൻ പോയത്, അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ്. പക്ഷേ അവിടെ കൊടുക്കാതെ പിന്നീട് വിചാരണ കോടതിയിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? കവിതയുടെ കാര്യത്തിൽ ഇതേ സഞ്ജീവ് ഖന്ന തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ കീഴ്ക്കോടതിയിലേക്ക് പോകും. അവിടെ കപിൽ സിബൽ അപ്പോൾ കവിതയുടെ കേസിൽ പറയുന്നുണ്ട്, ദയവായി ഞങ്ങളെ വിചാരണ കോടതിയിലേക്ക് പറയാൻ അനുവദിക്കില്ലേ, എന്നെ കേട്ടിട്ട് വേണമെങ്കിൽ തള്ളിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കപിൽ സിബൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രം എഴുതുമ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഒട്ടും നല്ല രീതിയിലല്ല എഴുതുക. ലെറ്റ് സി എന്നായിരുന്നു സഞ്ജീവ് ഖന്ന എന്ന് പറയുന്നത്. അതേ സഞ്ജീവ് ഖന്ന തന്നെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന വിഷയം എത്തിയ സമയത്ത് ഇടക്കാല ജാമ്യ ഹർജിയില്ലാതെ ഇടക്കാല ജാമ്യ ഹർജി വാങ്ങിയിട്ട് ഇടക്കാല ജാമ്യം നൽകി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചില ബെഞ്ചുകൾ എന്നുള്ള നിലയില്ല ഞാൻ കാണുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ആർഗ്യുമെൻ്റ് ഭരണഘടനാടിസ്ഥാനത്തിൽ നടക്കുന്നത് സുപ്രീം കോടതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി എന്ന് പറയുന്ന അപെക്സ് കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ചടുലമായി ഇടപെടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അത് വളരെ സ്വാഗതാർഹമാണ്. കഴിഞ്ഞ ദിവസം നമ്മളത്തെ ചർച്ചയിൽ പറഞ്ഞു, നോക്കൂ, ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ, നാറിപ്പൊളിച്ചിടക്കല്ലേ. നമുക്കറിയാം 21 ഏപ്രിൽ മാസം ബൻസ്വാരയിൽ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗം, അതിൻ്റെ റേറ്റിംഗ് കഴിഞ്ഞ 30 വർഷത്തെ ഏറ്റവും മോശം പ്രസംഗമായിരുന്നു എങ്കിൽ ഇപ്പോൾ ആ റേറ്റിംഗ് കൂടി 70 വർഷത്തെ ഏറ്റവും മോശം പ്രസംഗമായിട്ട് ആളുകൾ ചിത്രീകരിക്കുന്നുണ്ട്. ഇന്നേ വരെ ഒരു പ്രധാനമന്ത്രിയും ഇത്രയും ഡിവിസീവായിട്ടുള്ള പ്രസംഗം നടത്തിയിട്ടില്ല തന്നെ. അങ്ങനെ ഒരു പ്രസംഗം ആർക്കും കണ്ടെത്താൻ കഴിയില്ല. ഒരു രാഷ്ട്രീയക്കാരൻ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു പ്രധാനമന്ത്രി ഒന്നും ഈ ലെവലിൽ ഒരു അന്തസ്സില്ലാത്ത ഒരു പ്രസംഗം, അന്തസ്സില്ലാത്ത പ്രസംഗം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ ആ നിലയിൽ തന്നെ പറയണമല്ലോ. ഏതായാലും
ഏതായാലും അങ്ങനെ ഒരു ഗവൺമെൻറ് ഉള്ള കാലഘട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ നടന്നത്. അവിടെയും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു സ്വഭാവം പുറത്തേക്ക് വരികയാണ്. നോക്കൂ, വിരോധമുള്ളവരെ, രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, അവരെ ജയിലിലടച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്തിട്ടാണെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഈ സർക്കാരിനുള്ളൂ. അത് ഈ പ്രബീർ പുർക്കായസ്ഥയുടെ കാര്യത്തിൽ മുഖമടച്ച് കിട്ടിയപ്പോഴും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു കോടതിയോട് ചോദിക്കുകയാണ്, അതെ ഇത് വോയിഡാണ് ശരി, പക്ഷെ നമ്മൾ നിയമപരമായി അറസ്റ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത്ര അടി കിട്ടിയിട്ട് പോലും നിയമപരമായി ഇനി ഒരിക്കൽ കൂടി ഇതേ പ്രബീർ പുർക്കായസ്ഥ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ഒരു ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതി എന്താണ് പറയുന്നത്, ഈ പറയുന്ന ആർഗ്യുമെൻ്റ് എല്ലാം കേട്ടിട്ട് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. ഇനി കുറ്റപത്രത്തിലേക്ക് പോയാൽ, കുറ്റപത്രം നോക്കിയാൽ എന്താണ്, ജേർണലിസം ഒരു ക്രൈമാണ് എന്നാണ് ഈ പറയുന്ന കുറ്റപത്രം, പ്രബീർ പുർക്കായസ്ഥക്കെതിരായിട്ടുള്ള കുറ്റപത്രം. അതിനകത്ത് പറയുന്നത് CA വിരുദ്ധ സമരവും കർഷക സമരവും പരമാധികാരത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ്. ഈ പുസ്തകം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമ്മളിവിടെ സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിലൊന്നും ആ പുസ്തകങ്ങളൊന്നും തന്നെയും എന്താ പറയുക, ഇപ്പം ഒരു വടക്കേ ഇന്ത്യൻ കോടതികളിൽ ചിലപ്പം ഇത്തരം പുസ്തകങ്ങൾ കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളാണ് ഈ പറയുന്നത്. അത് ഇൻക്രിമിനേറ്റിംഗ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. ഇത്തരം പുസ്തകങ്ങളെ കാണിച്ചുകൊണ്ട് എംപ്ലോയീസുകൾ വഴി കലാപകാരികൾക്ക് പണം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും സ്ഥാപിക്കാൻ കഴിയാത്ത കുറ്റപത്രമാണ് യഥാർത്ഥത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, CPM അംഗമായിട്ടുള്ള പ്രബീർ പുർക്കായസ്ഥയെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് ക്ലിക്ക് പറയുന്നത് അദ്ദേഹത്തിന് മാവോയിസ്റ്റുകളെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് ലഷ്കർ തോയ്ബയുമായി സഹകരിക്കാനാകില്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കലാപത്തിന് വഴിമരുന്നിടാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരം സമരങ്ങളിൽ അതിൻ്റേതായ രീതിയിലുള്ള പങ്കാളിത്തം പ്രബീർ പുർക്കായസ്ഥയ്ക്കും ന്യൂസ് ക്ലിക്കിനും വഹിക്കേണ്ടി വരും. ആ പങ്കാളിത്തമാണ് യഥാർത്ഥത്തിൽ വഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സുപ്രീം കോടതി ഈ പറയുന്ന 4 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജാമ്യം നൽകുക വഴി ജനാധിപത്യത്തിൻ്റെ ചില എന്താ പറയുക, കാറ്റും വെളിച്ചവും വീശാൻ വേണ്ടിയിട്ടുള്ള ചെറിയ തുളകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്നു. ഇത് ഒരു സർവാധികാര രാജ്യമാകുന്നു. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇനിയൊരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നുള്ള സ്ഥിതി വരുമ്പോൾ വിവിധ ഘട്ടങ്ങളിലായി സുപ്രീം കോടതി കൃത്യമായ രീതിയിൽ കാറ്റും വെളിച്ചവും കടക്കുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ അവരുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരുന്നു, എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വലിയ രാഷ്ട്രീയ നീക്കമാണ്. ഏതായാലും ജനാധിപത്യ വിരുദ്ധ സർക്കാർ സുപ്രീം കോടതിയിൽ ആ നിലയിലുള്ള വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഈ നിലയിലുള്ള വിധിന്യായം സുപ്രീം കോടതിക്ക് നടത്താൻ കഴിയുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തവും ഒരുപക്ഷെ കാറ്റ് മാറി വീശട്ടെ എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ബോധ്യം മാധ്യമപ്രവർത്തകർക്കുണ്ടാകാം, ലെജിസ്ലേച്ചറിൽ ഇരിക്കുന്നവർക്കുണ്ടാകാം, എക്സിക്യൂട്ടീവിൽ ഇരിക്കുന്നവർക്കുണ്ടാകാം, ജുഡീഷ്യറിയിൽ ഇരിക്കുന്നവർക്കുണ്ടാകാം. ആ കാറ്റ് മാറി വീശട്ടെ എന്നുള്ള തോന്നൽ തന്നെ. Meet the editors.